ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ചക്ക വരട്ടിയത് വെച്ചൊരു വട്ടയപ്പമാണ്. ചക്ക വരട്ടിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് സമയത്തും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. ചക്കയുടെയൊക്കെ സീസണാണ്. നമ്മുടെ കയ്യിലൊക്കെ ചക്ക ഉണ്ടെങ്കിൽ അത് വെച്ച് വരട്ടിയെടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിന് തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി ഒരു 4 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാൻ കഴുകി വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊരു 4 മണിക്കൂർ കഴിയുമ്പം ഞാനത് വാരി എടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ജാറിലേക്ക് ഞാൻ ഒരു 3 തവി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വട്ടമായിട്ട് ഇട്ടാലേ അത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ആദ്യമേ ഇത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം കൂടെ അരച്ച് വരുമ്പം ഇതിലേക്ക് കൊള്ളാത്തതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതേ അരച്ച മിക്സഡ് ജാറിലേക്ക് തന്നെ ബാക്കിയിരിക്കുന്ന പച്ചരിയൂടെ ചേർത്ത് കൊടുക്കാം. ചക്ക വരട്ടിയതാണ് ചേർക്കുന്നുണ്ട്. അതിന് ഓൾറെഡി നല്ല മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ശർക്കര ചേർക്കാനെ കൊണ്ട്. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഉരുക്കിയ ശർക്കര ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പച്ചവെള്ളം ഒഴിച്ച് തന്നെ അരച്ചെടുക്കുന്നത്. ഞാൻ ചേർക്കുന്ന ചക്ക വരട്ടിയതും ഈ ചേർക്കുന്ന ശർക്കരയും കറക്റ്റ് പരുവം നല്ല ഒരു മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1/4 ഗ്ലാസ് മാത്രമേ ഞാൻ ഉരുക്കിയ ശർക്കര ചേർക്കുന്നുള്ളൂ. അതും അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാലേ ഈ അരി ഒന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ശർക്കര എടുത്ത ഗ്ലാസ്സിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒരു 1/4 ഗ്ലാസ് അതും ഒഴിച്ചുമ്മിച്ചുണ്ട്. അതോട് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ അരിയുടെ ബാറ്ററിലേക്ക് തന്നെ ചക്ക വരട്ടിയതോട് ചേർത്ത് കൊടുക്കാൻ. ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 50 ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചക്ക വരട്ടിയതോ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ശർക്കരയോടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇത്രയും ചേർത്ത് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഇത് ഞാൻ ആദ്യമേ അരച്ച ബാറ്റർ ഒഴിച്ച പാത്രമല്ല, വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇനി തേങ്ങ എല്ലാം കൂടെ അരയ്ക്കാനുണ്ട്. അതെല്ലാം കൂടെ വരുമ്പം പുളിച്ച് കഴിയുമ്പം കുറച്ച് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അത് ആദ്യമേ ഒഴിച്ച പാത്രത്തിൽ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ അരച്ച് വെച്ചിരിക്കുന്ന മാവൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചാണ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് വെക്കും. ഇനിയും അരച്ചെടുക്കാനുള്ളത് തേങ്ങയും ഏലക്കയൊക്കെയാണ്. അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകാത്ത ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് ആക്റ്റീവായെന്ന ഈസ്റ്റ് ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തു. ഒരു 3 ഏലക്കായുടെ അതിൻ്റെ തോട് കളഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്ന് തരിതരിപ്പായിട്ട് അരച്ച് അത് നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായും ഒക്കെ ആദ്യമേ നമ്മൾ ചക്ക വരട്ടിയതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 ഏലക്ക മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇതെല്ലാം മിക്സെല്ലാം കൂടെ കലക്കി നോക്കുക. മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിർത്തുക. ഞാൻ ഈ ചേർത്തിരിക്കുന്നതെല്ലാം കറക്റ്റ് ഒരു മധുരമായിരുന്നു. അല്ലെങ്കിൽ ചക്ക വരട്ടിയതോ ശർക്കരയോടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഒരു മണിക്കൂറിനുള്ളിൽ ഇത് പൊങ്ങിക്കിട്ടും നല്ല പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്ന ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി മൂടി 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഒത്തിരി കുറച്ചുകൂടെ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കാം. ഞാനിതിപ്പം ഈ പരുവത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമേ മിക്സ് കലക്കി വെക്കുമ്പോഴും ചേർത്ത് കൊടുക്കാം. ഞാനതിപ്പം പുളിച്ച് പൊങ്ങിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്ന നമ്മുടെ ആ ഡിഷാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും നമ്മൾ വെന്ത് കഴിയുമ്പോൾ.
അപ്പോൾ അതിനനുസരിച്ചുള്ള ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൊണ്ട് എനിക്ക് 2 എണ്ണമാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പം അപ്പച്ചമ്പിനകത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 12-15 മിനിറ്റ് വെച്ചിട്ട് മീഡിയം നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം 12 മിനിറ്റ് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കിയപ്പം അതിലൊന്നും കമ്പിയുടെ അറ്റത്തൊന്നും പറ്റാത്ത കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇച്ചിരി ഇപ്പോൾ ലൂസായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പം ഞാൻ 2 എണ്ണം പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് വെച്ചുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിനകത്തിൽ നമുക്ക് റൈസൻസോ കാഷ്യൂ നട്ട്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ പിന്നെ അതൊന്നും ചേർത്തിട്ടില്ല. ചക്കയുടെ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിനകത്തിലുള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി താല്പര്യമുണ്ടെങ്കിൽ റൈസൻസൊക്കെ ചേർക്കാവുന്നതാണ്. കട്ട് ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പല വട്ടയപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.